Hello everyone, welcome back to my channel Easy Snacks. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി സ്റ്റൈൽ ഒരു മാങ്ങ കറിയാണ്. ഇത് അങ്കമാലി ആ ഏരിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷ് ആണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ഉള്ള ഒരു ഡിഷ് ആണ്. നിങ്ങൾ ആദ്യം തന്നെ ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലോട്ട് പോകാം. നമുക്കപ്പോൾ അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനതിനായിട്ട് ഇവിടെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക് നടുകെ കീറിയതുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇത് നോർമൽ ആയിട്ടുള്ള മുളക് പൊടിയാണ്, കാശ്മീരി പൗഡർ അല്ല. ഈ കൂട്ടിലോട്ട് നമുക്കിനി ഈ നമ്മൾ മുളക് പൊടിയൊക്കെ എടുത്ത ടേബിൾ സ്പൂണിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം ചുരുക്കി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ എടുത്തേക്കണത് മീനിൻ്റെ വാലിൻ്റെ ചെറിയ കഷ്ണവും തലയുടെ കഷ്ണവും എടുത്തേക്കണത്. ഈ മാങ്ങക്കറിക്ക് കുറച്ച് മീൻ ഇടണതാണ് നല്ലത്. ഒത്തിരി മീൻ ഇട്ടുണ്ടാക്കരുത്. നമ്മൾ സാധാരണ ആലപ്പി ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല. കുറച്ച് മീൻ ഇട്ടിട്ട് മാങ്ങയും ചാറുമായിരിക്കും കൂടുതൽ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് സീപ്പാസ് എന്ന് പറഞ്ഞ മീനാണ്. ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് നെയ്യുള്ള കുറച്ച് ദശ ഉടയുന്ന ടൈപ്പ് മീനാണ് നല്ലത്. നമുക്കപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ ഇതോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ബൗളുകളുണ്ട്. ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മീനും സവാള എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റിയേക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതിന് റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കണം. അപ്പം തന്നെ ഉണ്ടാക്കണവർക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം. ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നമുക്കിനി ഇതൊരു സൈഡിലോട്ട് മാറ്റാം. മാങ്ങക്കറിക്കായിട്ട് ഞാൻ ഒരു 3 മാങ്ങ, ചെറിയ മാങ്ങയിരുന്ന് ഒരു 3 മാങ്ങ നല്ലോണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കറിക്ക് മാങ്ങ എടുക്കുമ്പോൾ ഇതേപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. വട്ടത്തിലും ചതുരത്തിലും ഒന്നും അരിയരുത്. നീളത്തിലുള്ള കഷ്ണങ്ങൾ തന്നെ അരിഞ്ഞെടുക്കണം. അങ്ങനെ ഒരു 3 മാങ്ങ ഞാനിവിടെ അരിഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള പച്ച നിറം ഇല്ലാണ്ട് തൊലി ചെത്തിക്കളയണം. പച്ച നിറം ഉണ്ടെങ്കിൽ മാങ്ങ കറിയിൽ കിടന്നു കഴിയുമ്പോൾ കറുത്ത കളറാവും പുറം ഭാഗം. നല്ല നാരുബലമുള്ള ഉടയാത്ത മാങ്ങയാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കുക. നമുക്കിനി ഈ മാങ്ങ ഒരു വലിയ ബൗളിലോട്ട് മാറ്റാം. ഈ മാങ്ങയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം. ഒരു നുള്ളു ഉപ്പും. നമ്മൾ ഓൾറെഡി മസാല എല്ലാം മീനിൽ പുരട്ടിയ സമയത്ത് ഉപ്പിട്ടാണ്, അതുകൊണ്ട് ഒരു നുള്ളിട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മാങ്ങ നല്ലോണം ഉപ്പ് പിടിച്ച് ഉടയാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഉപ്പ് പുരട്ടി വെക്കുന്നത്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിന്നിവിടെ മാങ്ങക്കറി ഉണ്ടാക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മിൽക്ക് പൗഡറിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു 3 ഈ ടീസ്പൂണിലെ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പാല് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ നേരത്തോളം ഈ മാങ്ങക്കറിക്ക് വേണ്ടിയിട്ടുള്ള മീനും മസാല എല്ലാം കൂടി പുരട്ടി ഞാൻ അതിന് റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്കിനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ വെള്ളത്തിന് പകരം തേങ്ങ ചിരകി പാലെടുക്കുന്ന ടൈമിൽ അതിന് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് പാൽപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വെള്ളം ചേർത്തത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഈ മീനും ഇതിലിട്ടിരിക്കുന്ന ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തീ ഇപ്പോൾ കുറച്ച് വെക്കരുത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം തീ കുറച്ച് വയ്ക്കാം. നമ്മുടെ കറി ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മൂടിക മാറ്റാം. തീ കുറച്ച് വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നേരത്തോളം ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ വേവുന്ന അത്ര നേരം ഇത് കിടന്ന് വെന്ത് കഴിഞ്ഞ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് മീൻ ഒരു പകുതി മുക്കാലോളം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി മാങ്ങ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയിലിട്ട മാങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ പൊടി കലക്കി വെച്ചിരുന്ന ആ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പോളം പാലുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ തിളപ്പാലാണ് ഒഴിക്കണമെങ്കിൽ, ഫസ്റ്റ് എടുത്ത പാലാണ് ഒഴിക്കണമെങ്കിൽ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് പത പൊങ്ങിത്തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കാം. പക്ഷെ നമ്മളിന്ന് പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയത് കാരണം നന്നായിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എന്നാൽ മാത്രമേ പാൽപ്പൊടിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാണ്ടിരിക്കുകയുള്ളൂ. ശരിക്കും അപ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് തന്നെയാവും. പൊടി ആയതുകൊണ്ട് പാല് പിരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ കറി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പാൻ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഉണ്ട്, അതിട്ട് കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങളുടെ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉലുവ ചേർക്കുന്നില്ല. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഒരു 2 വലിയ ചുമന്നുള്ളിയാണ് ഞാൻ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ചുമന്നുള്ളി കൂടുതൽ ചേർക്കാം, കുറവ് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുമന്നുള്ളി ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാം. ഒരു 3-4 വറ്റൽമുളക് ഉണ്ട്, അതിട്ട് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വറവ് ഈ മാങ്ങക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങക്കറി ഇനി ഒരു വിളമ്പുന്ന ടൈം വരെ അടച്ചു വയ്ക്കാം. വിളമ്പുന്ന ടൈം ആകുമ്പോൾ തുറന്നാൽ മതി. എല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. അപ്പോൾ ഇതേപോലെയുള്ളൊരു അടിപൊളി ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.